ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങളായി ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് ആട്ടോ. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ക്രേവിങ്സ് ഉണ്ടായപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ വെക്കണം, സൺഫ്ലവർ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കാക്കിയിട്ട് എടുക്കണം. വല്ലാതെ ഓവർ കുക്കാക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് നമുക്കിതിലേക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആക്കുന്ന ഇടയിൽ തന്നെ നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുകയാണ്. തീരെ വെള്ളം ഒഴിക്കാതെ ചിക്കൻ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മളിവിടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഇലകളൊക്കെ കാണുന്നുണ്ട്, നമ്മളെ കറാമ്പട്ടൻ്റെ ഇലയാണ്. അപ്പോൾ അതാ ഫൈനലി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ ചിക്കൻ കറിയിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട്, ഗ്രേവി ചിക്കൻ എന്നൊക്കെ ഉറിഞ്ഞടിച്ചിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കൻ കറി ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ആ ടാസ്ക് കംപ്ലീറ്റ്. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് പാരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 2 പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചിക്കൻ ഫ്രൈ. ഏത് ഡിഷാണെങ്കിലും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ ആ ഡിഷ് കൊണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ സലാഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് പപ്പടം മസ്റ്റാണല്ലോ, പപ്പടം ഉണ്ട്. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഏകദേശം ഫുള്ള് സെറ്റായി, റൈസ് കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഗ്രേവി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു റെസിപ്പി മനസ്സ് വന്നത് കേട്ടോ. വെറും 3 ചേരുവ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് ഹീറോ ആകാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി പുഡിംഗ് ആണ്, ഒരു അഫോർഡബിൾ റേറ്റുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഒരു പാലിലേക്ക് ഈ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ പാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാല് ചൂടായത് വരുമ്പോൾ നമുക്കിതിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് 1 കപ്പ് എടുത്തിട്ട് പാൽപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. അത് ഇതിൻ്റെ ഒരു തിക്നെസ്സിനും ഇത് ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ആക്കുന്നത്. ഒത്തിരി തിക്നെസ് ആക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ക്യാരമൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ പഞ്ചസാര നിരത്തിയിടുക, എന്നിട്ട് ഹൈ ഫ്ലെയിമിലിടുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നമുക്ക് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കണം. പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി കാണുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓവർ കരിഞ്ഞു പോരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഏകദേശം ഇത് മെൽറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാൽ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഞാൻ ഫ്ലെയിം കുറക്കാൻ മറന്നുപോയി. അതിൻ്റെ ക്യാരമലൊക്കെ കട്ടായതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ല മിക്സാക്കി എടുക്കുക. ഇതേ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചൈന ഗ്രാസ് എടുത്തിട്ട് അത് മെൽറ്റാക്കാം. വേറൊരു പാത്രത്തിലിട്ടിട്ട് കഷ്ണങ്ങളാക്കി അടുപ്പത്തിട്ട് അത് മെൽറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക് ആ മെൽറ്റായ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. സംഗതി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിംഗ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കണം. അപ്പം ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്ബാക്കി ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മൊത്തമായിട്ട് നല്ല മെൽറ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കണ്ടോ, ഈ കൺസിസ്റ്റൻസി ചൈന ഗ്രാസും രണ്ടും നല്ല മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ്ങിനുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു ട്രേയിലേക്ക് മാറ്റാം. മാക്സിമം തിക്കില്ലാത്ത ഇത് ചെയ്യുന്നതാണ് ഏറ്റവും പെട്ടെന്ന് ഉറച്ച് കിട്ടാൻ നല്ലത്, സെറ്റാവാൻ. അപ്പോൾ അത് അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കുമിളുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാനിത് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യട്ടെ. എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കടല ഉണ്ടായിരുന്നു ഇവിടെ, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയോടെ തന്നെ മേലെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഇടയ്ക്ക് വീഡിയോസ് വരുമ്പോഴൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള കസിൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ ചായ ഒക്കെ കുടിച്ചു. അത്രേ ഉള്ളൂ ഇന്നിടെ. ബൈ ബൈ.